എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം നഗരസഭയിലെ മത്സരിക്കുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്ന് നടക്കുകയാണ്. ബിജെപിയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അഭിസംബോധന ചെയ്ത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, 2020 ഇതേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് CPM ജനങ്ങളുടെ വോട്ട് നേടി 5 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു. അതേസമയം BJP 35 കൌൺസിലറുള്ള BJP പ്രതിപക്ഷ പാർട്ടിയായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം നമ്മുടെ 35 കൌൺസിലർമാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന കുറ്റകര അനാസ്ഥ, അഴിമതി, കഴിവില്ലായ്മ, അതിനെല്ലാം അവര് സമരം ചെയ്തു, എക്സ്പോസ് ചെയ്തു. പ്രതിപക്ഷ പാർട്ടിയായ ഉത്തരവാദിത്വം ജനങ്ങൾ BJPക്ക് കൊടുത്തു. ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം. ഭരിക്കാൻ മാത്രമല്ല, BJPന്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു. ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ലക്ഷ്യം കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം, ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവേൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. സെക്കൻഡ് അല്ല, തേർഡ് അല്ല, ഫോർത്ത് അല്ല, ലാസ്റ്റ് അല്ല. ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങുന്നു. 67 കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു. ഇവര് BJPന്റെ കാൻഡിഡേറ്റ്സുമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന BJPന്റെ പ്രവർത്തകരാണ്. ഈ വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ 365 ദിവസവും 24 മണിക്കൂറും അധ്വാനിക്കാൻ ഇറങ്ങുന്ന പ്രവർത്തകരാണ്. വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അഴിമതി രഹിത അനന്തപുരി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും, വലിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, ഒരു ഭരണം, ഈ തലസ്ഥാനമായ അനന്തപുരിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഒരു ഭരണം. ഞാനിന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് ഒരു അടുത്ത 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അതിനുവേണ്ടി ഒരു രൂപരേഖയും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. പക്ഷെ ഇന്ന് ഞാൻ ഒരു ഉറപ്പ് തരുന്നു, ഈ പാർട്ടിയും ഈ പാർട്ടിന്റെ എല്ലാ കാൻഡിഡേറ്റ്സ് ഇന്ന് പ്രഖ്യാപിക്കുന്ന 67 സ്ഥാനാർത്ഥിയും അതിനൊപ്പം
വരുന്ന ദിവസത്തിൽ ബാക്കി സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും, അധ്വാനിക്കും. അത് എന്റെ ഉറപ്പാണ്, ഞങ്ങൾ ഈ പാർട്ടിന്റെ ഉറപ്പാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ ആണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അത് മനസ്സിൽ വെച്ച് ഞാൻ എല്ലാവരും, എല്ലാ സാധാരണ ജനങ്ങളുടെയും അനുഗ്രഹം ഈ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഞാൻ ചോദിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. അപ്പൊ ഞാൻ പേര്, ആ ലിസ്റ്റ് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നു. ആദ്യം വാർഡിന്റെ പേരും അതിന്റെ ഒപ്പം സ്ഥാനാർത്ഥിന്റെ പേര്. അത് ഇങ്ങോട്ട് വരുമോ? ഓക്കെ. തിരുമല ദേവിമ PS. എന്നിട്ട് തൃക്കണ്ണാപുരം വിനോദ് കുമാർ MV. പുന്നയ്ക്കാമുകൾ K മഹേശ്വരൻ നായർ. പൂജാപ്പുറ രാജലക്ഷ്മി T. കരമന അജിത്. പാപ്പനംകോട് നിരമംഗല ഹരി. കരുമം ആശാനാഥ് GS. മേലാംകോട് പാപ്പനംകോട് സജി. കൊല്ലുമംഗലം ശ്രീദേവി SK. എസ്റ്റേറ്റ് R അഭിലാഷ്. നേമം MR ഗോപൻ. നെടുങ്കാട് ബീന RC. കാലടി മഞ്ജു GS. കമലേശ്വരം V ഗിരി. അമ്പലത്തറ സിമ്മി ജോർജ്. തിരുവല്ലം S ഗോപകുമാർ. വെള്ളാർ സത്യവതി V. പൂങ്കുളം രതീഷ്. വഴുതക്കാട് ലത ബാലചന്ദ്രൻ. പാളയം പദ്മിനി തോമസ്. തമ്പാനൂർ സതീഷ്. വലിയശാല സൂര്യ സിജു. ചാല SKP രമേശ്. മണക്കാട് സരിത P. ശ്രീകണ്ഠേശ്വരം സുകന്യ O. പേട്ട P അശോക് കുമാർ ജി. വള്ളക്കടവ് ഗീത ദിനേശ്. പുതൻപള്ളി ധന്യ J. ഭീമാപ്പള്ളി സിന്ധു M. വല്യതുറ ജയറാണി വിൽഫ്രഡ്. വെട്ടുകാട് ഹിൽഡ ജോർജ്. കൊടുങ്ങന്നൂർ VV രാജേഷ്. നെട്ടയം യമുന. വല്യവില്ല VG ഗിരികുമാർ. കാഞ്ചിരംപാറ സുമി SS. ശാസ്തമംഗലം R ശ്രീലേഖ. കണ്ണമ്മുല അജിത് VS. കുന്നുകുഴി കാവ്യ SS. പട്ടം അഞ്ജന. ഗൗരീശപട്ടം രാധിക റാണി M. കുരുവൻകോണം മിനിമോൾ GB. കുടപ്പണ്ണ കുന്നു ഷീജ J. തുരുത്തുമൂല V വിജയകുമാർ. പേരൂർക്കട അനിൽകുമാർ TS. പാങ്ങംപാറ മോനിഷ മോഹൻ. ചെമ്പഴന്തി അഞ്ജു ബാലൻ. കാര്യവട്ടം സന്ധ്യാറാണി. ചെങ്കോട്ടുകോണം അർച്ചന മണികണ്ഠൻ. കഴക്കൂട്ടം അനിൽ. സൈനിക് സ്കൂൾ V സുദേവൻ നായർ. ചന്താവില അനു G പ്രഭ. കാട്ടായിക്കോണം രേഷ്മ രാജ്.
ഞണ്ടൂർക്കോണം പ്രദീപ് കുമാർ എ, പൗടിക്കോണം ദീപുരാജ് RC, ചെല്ലമംഗലം വിജയ് മോഹൻ, എടവക്കോട് സ്വാതി, മണ്ണന്തല ചെമ്പഴന്തി ഉദയൻ, നല്ലഞ്ചിറ ആനി ചാക്കോ, ഉള്ളൂർ അനിൽകുമാർ S, ആലത്തറ KP ബിന്ദു, ആറ്റിപ്ര സുനിൽ SS, സുനില്ല രാജേന്ദ്രൻ B, കുളത്തൂർ കാവ്യ സുനിചന്ദ്രൻ, പവൻകടവു M പോൾ, മെഡിക്കൽ കോളേജ് ദിവ്യ S പ്രദീപ്, വെങ്കാനൂർ സിന്ധു രാജീവ്, പോർട്ട് മുക്കോലോ പ്രഭാകരൻ. ഇതാണ് 67 പേര്. നമ്മുടെ ഇപ്പൊ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെ വിളിക്കുന്നതാണ്. സംസ്ഥാന അധ്യക്ഷൻ ഷോളിട്ട് സ്വീകരിക്കുകയാണ്.